മെൻസ് ഫെലോഷിപ്പിൻ്റെ ഈ സ്കിറ്റ് കഥ, തിരക്കഥ, സംഭാഷണം ശ്രീനിവാസൻ, സംഗീതം AR റഹ്മാൻ, സ്റ്റണ്ട് മാഫിയ ശശി, സംവിധാനം ലാൽ ജോസ്. ഇവരെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇവരൊക്കെ വേറെ പണിയുള്ളതിനാൽ ഞങ്ങൾ പ്രാദേശിക കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് ഈ സ്കിറ്റ് ചെയ്തത്. ഇവരെ നിങ്ങൾ പ്രത്യേകം ഒന്ന് പരിഗണിക്കണം. എന്തെന്നാൽ ഈ സ്കിറ്റിന് ശേഷം ഇവർക്ക് വേറെ എന്തെങ്കിലും സ്കിറ്റോ നാടകമോ കിട്ടാൻ സാധ്യതയില്ല. വിളിച്ചപ്പോൾ തന്നെ ഇവർ ചാടി വരികയും ചെയ്തു. സാധാരണമായി നോർത്ത് അമേരിക്കയിൽ കാണുവാനുള്ള ഒരു പ്രവണത പേരിൻ്റെ അവസാനം വീട്ടുപേർ ചേർക്കുക എന്നതാണ്. ഇത് ദുരുദ്ദേശമൊന്നുമില്ല. നാട്ടിലെ അറിയപ്പെടാത്ത വീട്ടുപേർ അമേരിക്കയിൽ ഫേമസ് ആക്കിയാണ് ഉദ്ദേശം. പലപ്പോഴും സായിപ്പിന് പോയിട്ട് മലയാളികളെ പോലും ഈ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആ സാഹസത്തിന് മുതിരുന്നില്ല. ഞങ്ങൾ സ്ഥലപ്പേർ ചേർക്കുകയാണ്. ഇതിൽ അഭിനയിക്കുന്നവർ ചുങ്കം എട്ടിച്ചൻ, കോട്ടയം ചെറിയാച്ചൻ, തുകലശ്ശേരി അവറാച്ചൻ, കുമ്പളം പൊയ്ക കോശിക്കുഞ്ഞ്, കുന്തിരിക്കൽ ജോർജ് കുട്ടി. ഇതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ സംഭവങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവരുമായ യാതൊരു സാദൃശ്യവുമില്ല. എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ തീർത്തും യാദൃശ്ചികമാണ്. ഞങ്ങളുടെ സ്കിറ്റിന്റെ പേര് കമ്മിറ്റി യോഗം ഒരു വിലാപം. ഫാദർ ചുങ്കത്തറ ഇട്ടിച്ചൻ അധ്യക്ഷനായി നയിക്കുന്ന കമ്മിറ്റി യോഗം ഇവിടെ ആരംഭിക്കുന്നു. മക്കളെ, സമയം പോലെ എഴുന്നാച്ച അടുത്തോട്ട് എല്ലാവരും എത്തിയോ? ക്ഷമിക്കണം ഇന്ന് നമുക്ക് യോഗം തുടങ്ങാം. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഷറർ എന്നോട് പതിവ് പോലെ പറഞ്ഞു ലേറ്റ് ആവും. അത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ കാര്യങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ലേറ്റ് ആവും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അതുവരെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം വരുന്ന വരെ നമുക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റ് ഇതിലോട്ട് മെയിൻ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പിന്നെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷ വർത്തമാനം. അതായത് ഞാൻ ഈ സഭയിൽ വന്നിട്ട് ഇന്നേക്ക് 5 കൊല്ലമാകുന്നു. 5 വർഷം. അതിനിടയിൽ നിങ്ങൾ ഇരിക്കുന്ന സഹകരണത്തിനും സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം, ഞാൻ വന്ന ദിവസം തന്നെ ഇവിടെ നടന്നു. അതൊരു കുമ്പസാര രഹസ്യമാണ്. അതുകൊണ്ട് എനിക്ക് ആളുടെ പേര് പറയാൻ ഒക്കത്തില്ല. എന്നാലും എൻ്റെ മനസ്സിനെ അത് മതിക്കുന്നത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ആദ്യ കുമ്പസാരത്തിന് വന്നയാൾ പറഞ്ഞ് അയാളൊരു കൊലപാതകയാണ്, അയാള് കൈക്കൂലിക്കാരനാണ്, പരസ്ത്രീ ബന്ധം, മോഷണം, അയാളുടെ കയ്യിലില്ലാത്ത കള്ളത്തരങ്ങളൊന്നുമില്ല. ഞാൻ ഓർത്തു ഇപ്പൊ തന്നെ ഇവിടെ വിട്ട് പോയാലോ, ബിഷപ്പിന് ഒരു കോൾ ചെയ്യുന്ന പ്രശ്നമേ ഉള്ളൂ, എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാം. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഒത്തിരി നല്ല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ അങ്ങ് നിന്നു. അതാ ഞാൻ 5 കൊല്ലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ. അച്ഛാ, എല്ലാ ഇടവകയിലും 1-2 പേരൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടച്ഛ. എന്നും പറഞ്ഞ് ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ സ്വർഗത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് എത്താൻ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങളാരും മഹാഭാവികളൊന്നും അല്ല അച്ഛാ. വല്ല 1 മുറിയോ അതെല്ലാ പള്ളിയിലും ഉണ്ട്, അതിവിടെ ഉണ്ട്. അതൊരു പ്രശ്നമാക്കണ്ട അച്ഛാ. കോശിപ്പിഞ്ഞേ, നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന ദിവസം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പിടികിട്ടി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഭവന സന്ദർശനത്തിന് വേണ്ടി പോകാനായിട്ട് നമ്മുടെ ഇട്ടാമറ്റത്തെ കുഞ്ഞന്റെ വീട്ടിൽ പോകാനായിട്ട്
ഒരാളോട് അഡ്രസ് ചോദിച്ചു. പറഞ്ഞത് കേട്ടാൽ അദ്ദേഹം കമ്മിറ്റി മെമ്പറാ പറയുക, അച്ഛാ നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയ ചുങ്കൻ ഷാപ്പ് കാണാം. അവിടുന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അറത്തൂട്ടി ഷാപ്പ് കാണാം. അവിടുന്ന് 2 കിലോമീറ്റർ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തെങ്ങാടി ഉപഷാപ്പ് കാണാം. അവിടുന്ന് 3ാമത്തെ വീടാണ്. എനിക്ക് മനസ്സിലായി എങ്ങനെയുള്ള ആളാണ് ഈ കമ്മിറ്റി മെമ്പറെന്ന്. ആ സംഭാഷണത്തോടു കൂടെ അച്ഛാ ക്ഷമിക്കണം, അച്ഛൻ ഇത് എന്നെ പറ്റിയാണ് പറഞ്ഞത്. എന്നെ പറ്റി മാത്രമാണ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയല്ല അച്ഛാ. അത് നിങ്ങൾ പറഞ്ഞില്ല, ഞാനും അറിയത്തില്ല, ഇപ്പൊ എല്ലാവരും പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം വേറൊരാളെ വീട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അടയാളം പറഞ്ഞല്ല നാട്ടിലെ പേര് കെട്ട സ്ത്രീകളുടെ പേര് വെച്ച. അതോടുകൂടി അദ്ദേഹത്തിന്റെ ബലഹീനതയും മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഈ ഓരോ കമ്മിറ്റി മെമ്പേഴ്സിനെ എനിക്ക് ശരിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കിട്ടി. അച്ഛാ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ അച്ഛാ? ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അച്ഛാ. അച്ഛാ, യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നെന്നും 3 ദിവസം കഴിഞ്ഞ് യോനായെ ഛർദ്ദിച്ചെന്നും ഇതൊക്കെ ശരിയാണോ അച്ഛാ? എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഇതൊക്കെ ഉള്ളതാണോ? ബൈബിളിൽ ഒരു കഥ പറഞ്ഞതല്ല ഉള്ളത്, അത് സത്യമാണോ അച്ഛാ? എനിക്ക് തോന്നുന്നു. എനിക്ക് അച്ഛനോടുള്ള ഉപദേശം എനിക്കെന്തോ അച്ഛാ? ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ നല്ലതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ക്രിസ്ത്യാനികൾ ബൈബിൾ എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ല. ഇനി സെക്രട്ടറിക്ക് സംശയമുള്ള സ്ഥിതിക്ക് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ ഞാൻ യോനോട് നേരിട്ട് ചോദിക്കാം. ഓ, അച്ഛൻ സ്വർഗത്തിൽ പോകല്ലേ? എന്നാൽ അച്ഛൻ നേരിട്ട് ചോദിക്കാനിരിക്കുക. യോന നരകത്തിലാണെങ്കിൽ അച്ഛൻ എന്തോ ചെയ്യും? അയ്യോ, കാര്യം സിമ്പിളായി. സെക്രട്ടറി നേരിട്ട് ചോദിച്ചാൽ മതിയല്ലോ. അല്ല പിന്നെ കൊള്ളാം. അച്ഛൻ ഒന്നുമല്ല, അച്ഛന്റെ സെക്രട്ടറി അല്ലേ? അച്ഛൻ പ്രസംഗത്തിലും നമുക്കിട്ട് പണിയും, കമ്മിറ്റിയിലും പണിയും, വേണ്ട കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും പണി. അത് അച്ഛൻ നമ്മൾ സീക്രട്ട് ആയിട്ട് പോലെ കമ്മിറ്റി പറയണോ ഇതൊക്കെ? ഞാൻ ചോദിച്ചതിനൊരു ഉത്തരം പറഞ്ഞു. എനിക്ക് വേറൊരു സംശയം അച്ഛനോടുള്ളത്, ഈ ഡാർവിൻ തിയറി ഓഫ് ഇവല്യൂഷൻ പറയുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. അത് ശരിയാണോ അച്ഛാ? എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല, അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബൈബിളിനെ പഠിക്കുന്നില്ല, ബൈബിളിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല. അത് വേണം ആദ്യം. ഡാർവിൻ പറഞ്ഞതൊന്നുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ബൈബിൾ എന്ത് പറയുന്നു അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതെ. പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചിലരോട് ഇടപെടുമ്പോഴും നിങ്ങളുടെ മുഖം കാണുമ്പോഴും എനിക്കും ആ സംശയം ഇല്ലാതില്ല, മനുഷ്യൻ കുരങ്ങിയതാണോ ഉണ്ടായത്. അച്ഛാ, എനിക്കൊരു സംശയം. അച്ഛൻ സത്യം മാത്രമേ പറയത്തുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയാറുണ്ടോ അച്ഛൻ? അച്ഛനെ വിട, നിങ്ങൾ കള്ളം പറയാറുണ്ടോ? ഞാൻ പറയത്തില്ല. ഞാൻ കള്ളമേ പറയത്തില്ല അച്ഛൻ. അച്ഛാ ഞാനും പറയാറില്ല. വളരെ നല്ലത്. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ വേണ്ടിയത്. പിന്നെ വേറൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. നിങ്ങൾ എത്ര പേരും മർക്കോസിന്റെ 17-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ട്? അയ്യോ അച്ഛാ, ഇന്ന് രാവിലെ അത് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛാ, 17, 18, 19 ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനായ വായിച്ചു. 17, 18 ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ നല്ലത്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മർക്കോസ് 16 അധ്യായങ്ങളെ എഴുതിയിട്ടുള്ളൂ. 17-ാമത്തെ ആരാ എഴുതിയത് എനിക്കറിയില്ല. അല്ല ലൂക്കോസ്. ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെ തായിയാന്നാ വിചാരിച്ചത്. എല്ലാം ഒരുപോലെ അല്ലേ വെച്ചാ? മാർക്കോസും ലൂക്കോസും അല്ല, സുവിശേഷമല്ലേ അച്ഛാ? അതില്ല. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ കുമ്പസാര കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കേണ്ട. ഞാൻ ആളെ പറഞ്ഞില്ല, എന്നാലും നിങ്ങളായിട്ടത് പറയേണ്ട കാര്യമില്ല. ആരോടും പറയണ്ട. അത് പിന്നെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാവും. ആരാ അച്ഛാ, ഞങ്ങളോട് മാത്രം ആരോടും പറയാം. നിങ്ങളെ ശരിക്കും എനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയാൻ തീർന്നില്ല. അച്ഛാ, ഞാൻ സെക്രട്ടറി. നമ്മൾ തമ്മിൽ എന്തൊക്കെ ഇടപാടുണ്ട് ആരോടും പറയരുത്. എന്നോട് സീക്രട്ട് ആയിട്ട് പറഞ്ഞു. അത് പറഞ്ഞേ പറ്റൂ. എനിക്ക് ഈ പള്ളിയുടെ കാര്യം ചെറിയ കാര്യങ്ങൾ വല്ല ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഒരു കൊലപാതകി, ഒരു മോഷണക്കാരന്, കൈക്കൂലിക്കാരന്, ഇത് അയാൾ ചെയ്യാത്ത പാവങ്ങളൊന്നുമില്ല. ഇതെല്ലാം ചെയ്തൊരു
മനുഷ്യൻ ആരാണ്, നമ്മുടെ പള്ളിയിലുള്ള ആളാരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങൾ, ലീഗൽ പ്രശ്നം പോലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിനുവേണ്ടി മുതിരുന്നില്ല. അത് അച്ഛാ, അയാള് ആദ്യമായിട്ട് വന്ന് കുമ്പസാരിച്ചാണല്ലോ. എന്റെ പൊന്നു, അയാൾ അച്ഛനോട് പറഞ്ഞല്ലോ. ആദ്യമായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് ആയാലും നമ്മുടെ ട്രഷറർ വരുന്നതോടെ നമ്മൾ നോക്കണ്ട. അതിന്റെ പഞ്ചായത്തിന്റെ കാര്യമായിട്ട് നടക്കട്ടെ. നമുക്ക് കമ്മിറ്റി മീറ്റിംഗ് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ഹലോ, ആ ഇല്ലെന്നേ, പേടിക്കണ്ട. ഞാൻ ചാണ്ടിച്ചാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. ഞാൻ ശരിയാക്കിട്ടുണ്ട്, പേടിക്കണ്ടേ. അത് എനിക്ക് ഇപ്പൊ പള്ളി കമ്മിറ്റി ഞാനിപ്പം വിളിക്കാം, തിരിച്ചു വിളിക്കാം. അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ? ഓക്കെ. അയ്യോ അച്ഛാ, ക്ഷമിക്കണം അച്ഛാ, ക്ഷമിക്കണം. ഓ കൊശിപ്പിച്ച സുഹൃത്തല്ലേ? എന്റെ അച്ഛാ ഒന്നും പറയണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലിന്റെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ചെല്ലാതെ ഈ പഞ്ചായത്തിൽ ഒരു കാര്യം എങ്ങും നടക്കത്തില്ല. ഇന്നത്തെ ദിവസത്തെ പരിപാടി കേട്ട് കഴിഞ്ഞാൽ അച്ഛാ, സ്ത്രീകളുടെ കോഴി വളർത്തൽ കേന്ദ്രം, സ്ത്രീകളുടെ തയ്യൽ മിഷൻ ഉദ്ഘാടനം, അതുപോലെ തന്നെ പല സമരം ഉദ്ഘാടനം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ അച്ഛൻ. പിന്നെ അത് മാത്രമല്ല അച്ഛൻ, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നം. കുടം നേരത്തെ അങ്ങോട്ട് വെച്ചിട്ടാണ് ഈ സ്ത്രീകൾ കൂടെ സമരിക്കുന്നത്. പിന്നെ ഞാൻ സ്ത്രീകളെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. കമ്മിറ്റി തുടങ്ങാറായി. ഞങ്ങള് കുറെ നേരമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇവരോട് ഒരു സന്തോഷ വർത്തമാനം ഷെയർ ചെയ്യുകയായിരുന്നു. അതായത് ഞാൻ ഈ സഭയിൽ വന്നിട്ട് ഇന്നേക്ക് 5 കൊല്ലമാകും. ഒരു മിനിറ്റ്. അച്ഛൻ ഈ സഭയിൽ വന്നിട്ട് 5 വർഷം, വളരെ സന്തോഷമാണ്. ഓ, എത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ, കമ്മിറ്റി അംഗങ്ങളിൽ അച്ഛൻ ഈ സഭയിൽ ചാർജ് എടുത്തിട്ട് 5 വർഷം തികയുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും ഊന്നി പറയാനുണ്ട്. അച്ഛൻ ഈ സഭയ്ക്കും നാടിനും വേണ്ടി പല കാര്യങ്ങളാണ് ചെയ്തത്. അച്ഛൻ സഭയിൽ തന്നെ ഉണർവുണ്ടാക്കി. മെൻസ് ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, എന്തെല്ലാം പ്രശ്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ഇനി ഒരുപാട് ലിസ്റ്റുകളാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അച്ഛൻ അതുപോലെ തന്നെ പാലം പണിക്ക് വേണ്ടി സഭയിൽ നിന്ന് തന്നെ പൈസ കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളാണ് അച്ഛൻ നമുക്ക് വേണ്ടി ചെയ്തത്. എന്താ തുടങ്ങാം, ഞങ്ങൾക്ക് മീറ്റിംഗ് തുടങ്ങാം. അയ്യോ സോറി, ഞാനേ ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് അങ്ങ് പറഞ്ഞോണ്ടിരിക്കണം. അതാണ് പ്രശ്നം. ഇല്ല, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ അച്ഛൻ ഈ സഭയിൽ ചാർജ് എടുത്തിട്ട് 5 വർഷത്തെ സമയത്ത് എനിക്ക് വലിയൊരു സ്വകാര്യ അഹങ്കാരം പറയാനുണ്ട്. അത് നിങ്ങളോടായോ ഞാൻ തുറന്ന് പറയുകയാണ്. അച്ഛൻ ഈ സഭയിൽ ചാർജ് എടുത്ത 5 വർഷം തികയുന്ന ഈ സമയത്ത് എനിക്കൊരു മഹാനുഗ്രഹം ലഭിച്ചു. അച്ഛൻ ഈ സഭയിൽ ചാർജ് എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആദ്യത്തെ കുമ്പസാരം ചെയ്യാനുള്ള മഹാനുഗ്രഹം എനിക്ക് ലഭിച്ചു. എന്ത് പറ്റി? പ്രസിഡന്റ് ആയിരുന്നോ? എന്ത് പറ്റി? പ്രസിഡന്റ് ആയിട്ട് എന്ത് പറ്റി? ഞാൻ തിരക്കിലാണ്. എന്ത് പറ്റി? ഓക്കെ, പേടിക്കണ്ട. അവിടെ ഒന്നും ഞാനങ്ങ് ഓക്കെ.